നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചാലക്കുടിയിലുണ്ടായ വാഹന അപകടത്തിൽ ചേർപ്പ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് ഡ്രൈവർ മരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ. തളിക്കുളം ചെസ് ക്ലബ് ഒരുക്കിയ സൗജന്യ ചെസ് പരിശീലനം സമാപിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടിയിൽ തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ബൈക്ക് അപകടത്തിൽ ചേർപ്പ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് ഡ്രൈവർ മരിച്ചു. ഉരകത്ത് വാടകയ്ക്ക് താമസിക്കുന്ന നമ്പളങ്ങര തങ്കപ്പന്റെയും പരേതയായ മണിയുടെയും മകൻ 36 വയസ്സുള്ള അരുൺകുമാറാണ് മരിച്ചത്. മാള സ്വദേശിയാണ്. പുലർച്ചെ 2 പോട്ട ഭാഗത്ത് നിർത്തിയിട്ട ടോറസ് ലോറിയിൽ അരുൺകുമാർ ഓടിച്ച ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. CPM അംഗമായ ഇദ്ദേഹം DYFI മാള ബ്ലോക്ക് കമ്മിറ്റി അംഗമായിരുന്നു. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ. സ്വർണ്ണവില ഇന്ന് പവന് 240 രൂപ വർദ്ധിച്ചു. വിപണി വില 52,520 രൂപയാണ്. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ. സ്വർണ്ണവില പവന് 240 രൂപ വർദ്ധിച്ച വിപണി വില 52,520 രൂപയായി. അമേരിക്കൻ വിപണി ശനിയാഴ്ച ക്ലോസ് ചെയ്തത് $2,303 വരെ കുറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ റഷ്യൻ ന്യൂക്ലിയർ ടാങ്കിന് നേരെ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് സ്വർണ്ണവില അന്താരാഷ്ട്ര തലത്തിൽ $2,353 വരെ എത്തി. അതിനെ ചുവടുപിടിച്ചാണ് ഇന്ന് വിലവർദ്ധനവ് ഉണ്ടായിട്ടുള്ളത്. തളിക്കുളം ചെസ് ക്ലബ് ഒരുക്കിയ സൗജന്യ ചെസ് പരിശീലനം സമാപിച്ചു. സമാപന ചടങ്ങ് തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ഉമ്മർ കാരണപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി രമേശ് ലാൽ, സുനിൽ PS, ജിൻസ് PB, വിധു, സജു, ബഷീർ ഹാജി എന്നിവർ സംസാരിച്ചു. ഒട്ടനവധി കുട്ടികൾക്ക് പരിശീലനം നൽകാൻ സാധിച്ചതായി ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. അരിമ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ആശുപത്രിയുമായി സഹകരിച്ച് എല്ലാ മാസവും പഞ്ചായത്തിൽ പരിശോധന നടത്താനായി അൾട്രാസൗണ്ട് സ്കാനിംഗ് സംവിധാനം അടക്കമുള്ള മെഡിക്കൽ കാരവൻ എത്തിത്തുടങ്ങിയിട്ട് 7 മാസം പിന്നിടുന്നു. അരിമ്പൂരിനെ ഡയാലിസിസ് രഹിത പഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ ഭാഗമായുള്ള ഈ മെഡിക്കൽ ചെക്കപ്പിന് ജനസ്വീകാര്യത ഏറിവരികയാണ്. മെഡിക്കൽ കാരവൻ ഗ്രാമത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്കും കഴിഞ്ഞ ദിവസം മുതൽ എത്തിത്തുടങ്ങി. വൃക്കരോഗികൾ ഇല്ലാത്തൊരു ഗ്രാമം. ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ആരും എത്തരുത്. അതിനു മുൻപേ രോഗം കണ്ടുപിടിച്ച് ചികിത്സിച്ച് പൂർണ്ണ ആരോഗ്യം കൈവരണം. ഡയാലിസിസ് രഹിത പഞ്ചായത്ത് എന്ന ആശയം മുൻനിർത്തി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അങ്ങനെയാണ് ആദ്യമായി ഒരു മെഡിക്കൽ കാരവാൻ 7 മാസം മുൻപ് അരിമ്പൂരിലെത്തുന്നത്. ഈ വാഹനത്തിൽ അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗജന്യമാണ്. വൃക്കരോഗമുണ്ടെങ്കിൽ കണ്ടെത്താൻ ഇതുപകരിക്കും. ഇതുവരെ 430 പേർ വാഹനത്തിൽ സ്കാനിംഗ് നടത്തി. 13 പേർക്ക് വൃക്കരോഗം കണ്ടെത്തി ചികിത്സ തുടങ്ങാൻ ഇതിനാൽ സാധ്യമായി. ഇവിടുത്തെ പരിശോധനകൾക്ക് ശേഷം ഡയാലിസിസ് ആവശ്യമായി വരുന്നവർക്ക് സൗജന്യമായി ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഡയാലിസിസ് വേണ്ട അരിമ്പൂർ നിവാസികൾക്കും പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാൽ സൗജന്യ ഡയാലിസിസിന് വഴിയൊരുക്കും. ഡയാലിസിസ് രഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യം നേടുന്നതിന് വേണ്ടി അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 34 അംഗൻവാടികളിലൂടെ ഓരോ ദിവസവും ടെസ്റ്റുകൾ നടത്തി രോഗാവസ്ഥയിലുള്ളവരെ കണ്ടെത്തുകയും കൂടാതെ മാസത്തിൽ ഓരോ പ്രദേശങ്ങളിലേക്ക് കാരവനിൽ ടെസ്റ്റുകൾ നടത്തുന്ന ചികിത്സാ രീതി നടത്തുകയാണ്. ഞങ്ങളുടെ പഞ്ചായത്തിൽ ഡയാലിസിസ് രഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത്. ഇത് വലിയ ഒരു മാറ്റം ജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അരിമ്പൂർ സെന്റർ വിട്ട കാരവാൻ കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ജനങ്ങളുടെ സൗകര്യാർത്ഥം എത്തിത്തുടങ്ങി. മാസത്തിൽ 1 പ്രാവശ്യമാണ് വാഹനം അരിമ്പൂരിലെത്തുന്നത്. ഇതോടൊപ്പം നേത്രപരിശോധന, ദന്തപരിശോധന തുടങ്ങിയവയ്ക്ക് ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരുമുണ്ടാകും. പഞ്ചായത്തിലെ 34 അങ്കണവാടികളിലും ബ്ലഡ്, ECG തുടങ്ങിയവ പരിശോധിക്കാനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ദിനംപ്രതി ചൂട് കൂടുന്നതോടെ ചൂടിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ്. പകൽ 12 മണി മുതൽ ഉച്ചയ്ക്ക് 3 വരെ സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കണം.
സൂര്യാഘാത ഭീഷണി നിലനിൽക്കുന്നതിനാൽ പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. അതിനിടെ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുകയാണ്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ 100 നാൾ തുടർച്ചയായി നടക്കുന്ന ഭാരത നൃത്തോത്സവത്തിന്റെ ഭാഗമായി ആസാം സംസ്ഥാനത്തിന്റെ ശാസ്ത്രീയ നൃത്തമായ സത്രിയ നൃത്തം ഗോഹാട്ടിയിൽ നിന്നെത്തിയ സംഗ്രാഹി കശ്യപും നയനാവ ശർമ്മയും ചേർന്ന് അവതരിപ്പിച്ചത് പ്രേക്ഷകർക്ക് നവ്യാനുഭൂതിയായി. ശ്രീകൃഷ്ണ വന്ദനയിൽ തുടങ്ങി കുലവധു ദ്രൗപദി, വസ്ത്രാക്ഷേപവും, ദശാവതാര വിഷ്ണുവിന്റെ 10 അവതാരശീലങ്ങളും ജയദേവകൃതിയും ചിട്ടകളിൽ നിന്ന് വിടാതെ കുലീനമായ നടനചാരുതയുടെ ഭംഗിയായി അവതരിപ്പിക്കുകയുണ്ടായി. തുടർന്ന് ചേർപ്പ് തുഞ്ചൻ നഗർ തിരുവാതിര സംഘം അവതരിപ്പിച്ച തിരുവാതിരകളിയും ഉണ്ടായിരുന്നു. കലാകാരികൾക്ക് ദേവസ്ഥാനപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ പൊന്നാടയും പ്രശസ്തിപത്രവും ശില്പവും നൽകി ആദരിച്ചു. മതേതര ഇന്ത്യയുടെ ആത്മാവിനെ അറുംകുല ചെയ്യാനുള്ള ദുഷ്ടശക്തികളുടെ നീക്കങ്ങളെ ചെറുത്ത് തോൽപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഹാറൂൺ റഷീദ്. രാജ്യസ്നേഹികൾ ആത്മാഭിമാനത്തോടെ തിരഞ്ഞെടുപ്പ് ഗോദയിൽ ഇറങ്ങി പോരാട്ടത്തിന് നേതൃത്വം നൽകണം. വലപ്പാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ശിഹാബ് തങ്ങൾ അനുസ്മരണവും റിലീഫ് വിതരണവും ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് NK അലി അധ്യക്ഷത വഹിച്ചു. വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OS നഫീസ മുഖ്യപ്രഭാഷണം നടത്തി. CK ഹുസൈൻ മാസ്റ്റർ, KA അബ്ദുൽ ഖാദർ, മുസ്ലിം ലീഗ് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് AA മുഹമ്മദ് ഹാരിസ്, അഷറഫ് പള്ളിപ്പറമ്പിൽ, AK സുബൈർ, PM ബഷീർ, PA അഷറഫ്, PK ഖാദറിൻകുട്ടി, കരീം പോക്കിലാത്ത, സുലൈമാൻ ഖാദർ, ജുമൈല കബീർ, റാസിയ ഷാസു, റഹമത്ത് ജമാൽ എന്നിവർ സംസാരിച്ചു. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചാമക്കാല ശാഖയുടെ നേതൃത്വത്തിൽ റമളാൻ റിലീഫ് വിതരണം നടത്തി. മുസ്ലിം ലീഗ് ചാമക്കാല ശാഖാ കമ്മിറ്റിയും KMCC GCC കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് 1000-ഓളം കുടുംബങ്ങൾക്ക് റിലീഫ് കിറ്റും ഖബർ വെട്ടുന്ന സഹോദരങ്ങൾക്ക് പെരുന്നാൾ പുതുവസ്ത്രവും നൽകിയത്. ചാമക്കാല മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് EK മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ദാറുൽ അഹമ്മദ് മസ്ജിദ് ഇമാം മൊയ്യീൻ വാഫി പ്രാർത്ഥന നടത്തി. ശാഖാ പ്രസിഡന്റ് PK ഹംസ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് PA മൊയ്തു റിലീഫ് കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം സെക്രട്ടറി സലീം പുറക്കുളം, ജില്ലാ കൌൺസിൽ അംഗം PK മുഹമ്മദ് അലി ഹാജി, മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് PB മുഹമ്മദ് ഹാജി, ഹുസൈൻ പടിയത്ത്, KMCC നേതാക്കളായ ES നൌഷാദ്, KA ബഷീർ, AU ബഷീർ, മുസ്ലിം ലീഗ് ശാഖാ സെക്രട്ടറി VM സൈഫുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറി
PA ഉബൈദ് എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗിന്റെ കീഴിലായി വർഷങ്ങളായി നടന്നു വരുന്ന ബഹുമാനപ്പെട്ട ഈ ഉമ്മത്തിന്റെ ഈ സമൂഹത്തിന്റെ നേതാവായിരുന്ന ശിഹാബ് തങ്ങളുടെ പേരിൽ നടത്തിവരുന്ന റിലീഫ് പ്രവർത്തനം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. പരിശുദ്ധമായ റമദാനിൽ മാത്രമല്ല റിലീഫ് നടക്കുന്നത്, മാസം തോറും വ്യത്യസ്തമാകുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ചാമക്കാല മുസ്ലിം ലീഗ് എന്നുള്ളത്. റമദാനിൽ ഒന്നും കൂടി വിപുലമായ രീതിയിൽ ഒന്നും കൂടി ആവേശത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം. ഇവിടെ നമ്മൾ സ്മരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ശിഹാബ് തങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു പുഞ്ചിരിച്ച് നിൽക്കുന്നൊരു മുഖം, ആ കറുത്ത തൊപ്പിയിൽ വെളുത്ത ശരീരത്തിൽ നിൽക്കുന്ന ആ ഒരു മുഖം നമ്മുടെ ഓർമ്മയിൽ വരാം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6565 രൂപ, പവന് 52,520 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടിയിലുണ്ടായ വാഹന അപകടത്തിൽ ചേർപ്പ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് ഡ്രൈവർ മരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ. തളിക്കുളം ചെസ് ക്ലബ് ഒരുക്കിയ സൗജന്യ ചെസ് പരിശീലനം സമാപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.